ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ദൈവം ശൗലിനോട് കാണിക്കുന്ന കരുണയുടെ ആധിക്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അപ്പൻ്റെ കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ച് പോയവനെ ഇസ്രയേലിൻ്റെ രാജസിംഹാസനത്തിലേക്ക് ഉയർത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയുടെ ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളവും നമുക്കൊന്നും പ്രശംസിക്കാനായിട്ടില്ല. എന്നാൽ യാതൊരു തരത്തിലും നന്മയില്ലാതിരുന്ന നമ്മളെ, സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ വഴിത്തലയ്ക്കൽ കിടന്ന നമ്മെ, ആർക്കും വേണ്ടാതിരുന്ന നമ്മെ രാജകീയ പുരോഹിതവർഗമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കൃപയുടെ ചിത്രം നാം ഓർക്കുകയായിരുന്നു. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 94-ാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങക്ക് സ്വാഗതം. ശൗലിനോടുള്ള ദൈവകൃപയുടെ 8-ാമത്തെ ചിത്രമാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. 24-ാം വാക്യം 9-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ ശമൂവേൽ പ്രവാചകനുള്ള ആഹാരത്തിൻ്റെ പങ്ക് ദൈവം ഇവിടെ ഇതാ ശൗലിനു കൂടെ കൊടുക്കുന്ന ചിത്രം കാണുവാൻ കഴിയുകയാണ്. വാസ്തവത്തിൽ ലേവ്യപുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുരോഹിതന്മാർക്കുള്ള ഭക്ഷണത്തിൻ്റെ ഓഹരിയെപ്പറ്റി ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നുണ്ട്. വാസ്തവത്തിൽ ശമൂവേൽ പ്രവാചകനുള്ള പങ്കിൽ നിന്ന് ശൗലിന് കൊടുക്കുമ്പോൾ അത് എത്രമാത്രം കൃപയുടെ ചിത്രത്തെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, കാൽവറിയുടെ ക്രൂശിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ പാപിയാണ് എന്ന് സമ്മതിച്ച് ഒരുവൻ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് തൻ്റെ പാപങ്ങൾ ദൈവപുത്രനോട് ഏറ്റുപറഞ്ഞ് ദൈവ പൈതലായി തീരുമ്പോൾ അവന് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കലവറ നമുക്ക് ചിന്തിച്ചു കൂട്ടുവാൻ കഴിയുന്നതല്ല. അതിൽ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് രാജകീയ പുരോഹിതവർഗമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപയാൽ അനുവാദം തന്നു. അത് നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരുവൻ കർത്താവിനെ അംഗീകരിക്കുമ്പോൾ അവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നാണ് നാം അത് ചിന്തിക്കുന്നത്. 9-ാമതായിട്ട് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. 24-ാം വാക്യം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: അങ്ങനെ ശൗൽ അന്ന് ശമൂവേലിനോടുകൂടെ ഭക്ഷണം കഴിച്ചു. നോക്കുക, അവിടെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് അവനെ കൊണ്ടുവരികയാണ്. എവിടെ നിന്നാ വന്നത് എന്ന് മറക്കരുത്. അപ്പൻ്റെ കാണാതെ പോയ കഴുതുകളെ അന്വേഷിച്ചു വന്നവനെ ഇവിടെ ഇതാ പ്രധാന സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. തന്നെയുമല്ല, ദൈവത്തിൻ്റെ പുരോഹിതനായ ഈ ശമൂവേലിനുള്ളതായിരിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് അവന് ലഭ്യമാക്കുന്നു. തുടർന്ന് ശമൂവേലിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള വലിയ പദവി അവന് ലഭിക്കുന്നത് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ശൗൽ അന്ന് ശമൂവേലിനോടുകൂടെ ഭക്ഷണം കഴിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവാചകനായ, ദൈവത്തിൻ്റെ പുരോഹിതനായ ശമൂവേലിനോടൊപ്പം പന്തി ഭോജനത്തിലേക്ക് വരുവാനുള്ള വലിയ കൃപയാണ് ദൈവം ശൗലിന് നൽകിയത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനിങ്ങനെ പറയട്ടെ, ഇത് കർത്താവിൻ്റെ കൃപയുടെ ചിത്രമല്ലാതെ മറ്റെന്താണ് നമുക്ക് കാണുവാനായിട്ടുള്ളത്? നമ്മുടെ ജീവിതങ്ങളിലും ഇന്ന് നാം കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാനുള്ള യോഗ്യത ലഭിച്ചു. നമുക്കറിയാം, വഴിത്തലയ്ക്കൽ കിടന്ന നമ്മെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. അത് തന്നെയുമല്ല,
അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിപ്പാൻ ദൈവം നമുക്ക് കൃപ തരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറത്തേക്ക് നീളുന്ന അനുഗ്രഹീതമായൊരു ചിത്രം കൂടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് മറ്റൊന്നല്ല, ഒരിക്കൽ ദൈവമക്കൾ എല്ലാവരും ചേരുന്ന ഒരു സ്ഥാനമുണ്ട്. നമ്മുടെ പൗരത്വമുള്ള സ്വർഗീയ നാട്ടിലേക്ക് യേശു കർത്താവിൻ്റെ വരവിങ്കൽ നാം എടുക്കപ്പെടാനായിട്ട് പോവുകയാണ്. അന്ന് നാം ഒരുമിച്ച് കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന അനുഗ്രഹീതമായ നാളുകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണുന്ന ദൈവമുഖം കണ്ടുകൊണ്ട് നിത്യത മുഴുവൻ സ്വർഗത്തിൽ ചെലവഴിക്കുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് തൻ്റെ ഭക്തന്മാർക്ക് അറിവ് തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെന്തോ ഒരു മനോഹരമായ ദിനങ്ങളായിരിക്കും. തീർന്നു പോകാത്ത ദിവസങ്ങൾ. ദൈവത്തിൻ്റെ പന്തി ഭോജനത്തിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. ഇതല്ലേ കൃപയുടെ ചിത്രം? നരകത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന് നിത്യകാലം വിലപിക്കേണ്ടുന്ന നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിൽ ജീവൻ തന്നു. ആ ക്രിസ്തു എൻ്റെ ദൈവമാണ് എന്ന് ആര് വിശ്വസിക്കുന്നുവോ, എൻ്റെ പാപപരിഹാരകനാണെന്ന് ആര് വിശ്വസിക്കുന്നുവോ, അവർക്ക് സ്വർഗത്തിൻ്റെ അവകാശിയായി തീരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പില്ലെങ്കിൽ ഇത് തമാശയായിട്ടോ സങ്കല്പമായിട്ടോ കെട്ടുകഥയായിട്ടോ വിചാരിക്കരുത്. ലോക സംഭവങ്ങൾ നോക്കിയാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പറയട്ടെ, യേശുക്രിസ്തു രണ്ടാമത് വരും. അന്ന് ദൈവത്തോടൊപ്പം ആയിരിക്കുവാനുള്ള ഭാഗ്യപദവി ദൈവം നമുക്ക് ഇന്ന് തുറന്നു വെച്ചിട്ടുണ്ട്. കൃപയുടെ ദയയുടെ വാതിൽ ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. ആര് യേശുവിനെ കർത്താവും രക്ഷിതാവും ദൈവവുമായി സ്വീകരിക്കുമോ അവർക്ക് ദൈവസന്നിധിയിലുള്ള സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്കുള്ള ഭാവി പ്രത്യാശ വിശുദ്ധ തിരുവെഴുത്ത് ഉറപ്പു തരുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഇതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ള ഒരു ജീവിതമാണോ അങ്ങ് നയിക്കുന്നത് എന്ന് ചിന്തിപ്പാനായിട്ട് സാധിക്കണം. യാതൊരു അർഹതയും നമുക്കിന്നും പറയാനില്ല. കൃപയുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്ത് നന്മയാണ് നമുക്ക് അവകാശപ്പെടാനായിട്ടുള്ളത്? നമ്മെ തന്നെ താഴ്ത്തുവാൻ, ദൈവസന്നിധിയിൽ പരിശോധിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തമ്പുരാൻ അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.